എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/UGCAP2024/index.jp എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് മെറിറ്റ് കോട്ട സ്റ്റുഡൻറ്റ് ലോഗിൻ മെറിറ്റ് കോട്ട എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ അല്ല, നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1418 രൂപയാണ്. സാധാരണ ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC/ST വിഭാഗം ആണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കണം. അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. സ്ഥിര പ്രവേശനം എടുക്കേണ്ട അപേക്ഷകരും ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ അടക്കേണ്ട ഫീസിനെ പറ്റി മനസ്സിലാക്കേണ്ടതാണ്. കാരണം സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ കുറേ ഫീസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് പ്രവേശനം 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. താൽക്കാലിക പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് കോളേജുകളിൽ ഹാജരാവേണ്ടതില്ല, അതായത് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. അതുപോലെ ഇത്തരക്കാർക്ക് കോളേജുമായി ബന്ധപ്പെട്ട് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് പ്രവേശനം എടുക്കേണ്ടതാണ്. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് അതുപോലെ തന്നെ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വശാലയിലേക്ക് അടക്കേണ്ടതായിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ട് അടക്കുക. പൊതുവിഭാഗം അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1418 രൂപ, SC/ST ആണെങ്കിൽ 50 രൂപ എന്നിവയാണ് ഫീസ് വരിക. അതിനുശേഷം മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുക. അത് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും സ്ഥിര പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും ഹാജരാക്കി നിശ്ചിത ട്യൂഷൻ ഫീസ് അടച്ച ശേഷം 24-ാം തീയതി വൈകുന്നേരം 4 മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കണം. തുടർന്ന് പ്രവേശനം എടുത്തതിൻ്റെ തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്നും ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. അത് ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ കൺഫേം ആണെന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി താൽക്കാലിക പ്രവേശനമാണ് എടുക്കുന്നത്, ടെമ്പററി അഡ്മിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം കൺഫേം ചെയ്യണം. ഇത്തരക്കാർ കോളേജുകളിൽ നേരിട്ട് ഹാജരാവേണ്ടതില്ല. അത് നിങ്ങൾ കോളേജിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്തിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ പ്രവേശനം എടുത്തവർ കോളേജുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രവേശനം വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അപേക്ഷയിൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ്. കാരണം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ്. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാം. പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നവർ കോളേജിൽ വിളിച്ച് ചോദിച്ച് അവിടെ അടക്കേണ്ട ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാവിധ സർട്ടിഫിക്കറ്റും എടുത്തുകൊണ്ട് പോയിട്ട് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കുക, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ സ്ഥിരപ്രവേശനം ഒന്നാം ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് ടെമ്പററി എന്നുള്ള സെലക്ട് ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ താൽക്കാലിക അഡ്മിഷൻ വെരിഫൈ ചെയ്ത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കൊടുക്കണമെങ്കിൽ തന്നെ ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പ് അതായത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അത് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.